ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അറിഞ്ചോം പുറിഞ്ചോ സെല്ലിങ് വന്ന മാർക്കറ്റായിരുന്നു. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ അങ്ങോട്ട് വന്ന് താഴേക്ക് ഇറങ്ങി ആശാൻ അത് ഒരേപോലെ നമുക്ക് ഫസ്റ്റ് ഇന്ന് മോർണിംഗിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബെയറിഷ് റെഫറൻസ് പൊട്ടി ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് വന്നു. അവിടെ നിന്ന് കൃത്യമായി തിരിച്ചു കയറി. കഴിഞ്ഞ വെള്ളിയാഴ്ച എങ്ങനെയാണോ കണ്ടത്, നിങ്ങൾ ഇതേപോലെ ഇറങ്ങി ഒന്ന് ഒറ്റ കയറിയത് പോലെ സെയിം അതേ സ്ട്രക്ചറിലായിരുന്നു വന്ന് ഒരു കയറ്റവും കയറി തിരിച്ച് അതേപോലെ അടിച്ചു. അവിടുന്ന് വീണ്ടും കയറി, എന്നിട്ട് അവിടുന്ന് വീണ്ടും ഒരു അടി അടിച്ചു. ബെയറിഷ് റെഫറൻസിന്റെ താഴെ തന്നെ കിടന്ന് കളിച്ച് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ട്രേഡ് മോർണിംഗിൽ കിട്ടിയായിരുന്നു. ബാങ്ക് നിഫ്റ്റി ക്ലിയർ. ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോ നിങ്ങളടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 49,800 മുകളിൽ മാത്രമേ ഞാൻ ബാങ്ക് നിഫ്റ്റിക്ക് ബൈയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. സോ ആ ബൈ ട്രിഗർ ആവാതെ ആശാന് കൃത്യമായ താഴേക്ക് ഇറങ്ങിയല്ലോ. അടിപൊളിയായിട്ട് താഴേക്ക് ഇറങ്ങി വന്ന് ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും തേർഡ് ടാർഗറ്റും കിട്ടിയ കിടിലൻ ട്രേഡിംഗ് ദിവസമായിരുന്നു ഇന്ന് അവസാനിച്ചത്. ഞങ്ങളുടെ റൂമിലുള്ള ആൾക്കാരൊക്കെ ലെവൽ ഫോളോ ചെയ്ത ആൾക്കാർക്ക് ഈ സൈഡിലെ ട്രേഡ് സെറ്റപ്പും കിട്ടിയായിരുന്നു. അത് തിരിച്ച് മാർക്കറ്റ് കയറിയത് ഈ സൈഡിലായിരുന്നു. ഈ കയറ്റം വന്നത് ഈ പീരീഡിലായിരുന്നു. ഈക്ക് ശേഷം വന്ന എഫിലായിരുന്നു ഈ ഒരു കയറ്റം വന്നാൽ നമുക്ക് ആ ട്രേഡ് കൃത്യമായിട്ട് കിട്ടിയായിരുന്നു. അതുകൂടാതെ ലെവൽ ട്രേഡ് ചെയ്യുന്നവർക്കും പ്രോഫിറ്റ് കിട്ടിയ ദിവസമായിരുന്നു. നല്ല സ്മൂത്ത് ഡേ ആയിരുന്നു. വോളറ്റിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനൊരു സുഖമുള്ളൂ. പക്ഷേ ഇന്ന് നല്ലൊരു കിടിലം സ്മൂത്ത് ദിവസവും കൂടെ ആയതുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു പ്രോഫിറ്റ് തന്നെ അവസാനിക്കാൻ പറ്റിയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഇറങ്ങാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ട്രംപ് താരിഫ് കൊണ്ടുവന്നു. അതായത് നമ്മുടെ മാർക്കറ്റിൽ ഒരു താരിഫ് ട്രംപ് വീണ്ടും പണി തന്ന ആശാനെന്ന് പറയുന്നതല്ല, ട്രംപ് താരിഫ് കൊണ്ടുവന്നു. ട്രംപ് ഇപ്പോൾ ആൾറെഡി ഡിസൈഡ് ചെയ്തിരിക്കുന്ന 25% ട്രേഡ് താരിഫ് മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ഫ്രം ഫെബ്രുവരി 1 തൊട്ട് തുടങ്ങാനുള്ള പ്ലാനിങ് ആശാൻ പറഞ്ഞേക്കാണ്. അപ്പം ഇത് എന്തിനെ കുറിച്ച് ആൾറെഡി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബ്രിക്സ് കൺട്രീസ്, അതായത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്ന ബ്രിക്സ് ആൻഡ് സിംഗപ്പൂർ എന്ന ഈ ബ്രിക്സ് കൺട്രീസ്, ഇത് സൗത്ത് ആഫ്രിക്ക, ഈ ബ്രിക്സ് കൺട്രീസ് ഇത് കൃത്യമായ രീതിയിലേക്ക് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതായത് അവർ ഈ നമ്മുടെ ഒരു ബ്രിക്ക് കറൻസി കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെങ്കിൽ, ഡോളറൈസേഷൻ നടത്തുമെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ബ്രിക്സിനെതിരെയും ട്രംപ് പറഞ്ഞായിരുന്നു, ഞങ്ങൾ താരിഫ് കൊണ്ടുവരും മക്കളെ എന്ന്. അത് ഈ ബ്രിക്സിൽ ഉൾപ്പെടുന്ന നമ്മൾക്കും അത് ബാധകമാണല്ലോ. നമുക്കെതിരെ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രംപ് വന്ന ഫസ്റ്റ് ഡേ എല്ലാവരും പറഞ്ഞു അതേ ഒന്നും തരില്ല. പക്ഷേ ട്രംപ് വന്ന് അധികാരമേറ്റ് പിറ്റേ ദിവസം നമ്മളെ ഒരു സിനിമയിൽ മാൻഡ്രേക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ ആ ഒരു മുട്ടത്തലേൻ്റെ പടം കൊടുക്കുമല്ലോ, പ്രതിമ കൊടുക്കുമല്ലോ, അതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് അടിച്ചങ്ങ് ഇറങ്ങി. ഇപ്പം ട്രംപ് തന്നൊരു പണിയായിരുന്നു കൃത്യമായിട്ട് പറയണമെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ അവസാനിച്ചത്. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ക്ലോസിംഗ് ആണ്. കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ 17th ജാനുവരിയുടെ ഒരു ലോയായ 23,200 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ ആശാൻ പൊട്ടി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. ചുരുക്കി പറഞ്ഞൊരു ഡേഞ്ചർ ആയിട്ടുള്ളൊരു ക്ലോസിംഗ് ആണ് നിഫ്റ്റിയിൽ ഉള്ളത്. സോ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ലെവലിലേക്ക് പോകാമല്ലോ. ഇന്ന് നമുക്ക് കൃത്യമായിട്ട് 2 ലെവലും നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും ട്രംപ് കൃത്യമായിട്ട് വന്നായിരുന്നു. ഇന്ന് വൈകിട്ട് നമുക്കിന്ന് കുറച്ച് ന്യൂസൊക്കെ ഉണ്ട്. ഇന്ന് വൈകിട്ടൊക്കെ ആകുമ്പോൾ കുറച്ച് വലിയ ന്യൂസൊന്നും ഇല്ല എങ്കിൽ കൂടി ഇന്ന് വൈകിട്ട് നമ്മുടെ US-ൻ്റെ കുറച്ച് ഈ ബിൽ ഓപ്ഷൻസ് ഒക്കെ മാത്രമേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞ ന്യൂസ് ഇന്നില്ല മാർക്കറ്റിൽ. ഏതാണ് ഈ എക്കണോമിക് ഡേറ്റ ഇന്ന് വൈകിട്ടൊന്നും വരുന്നില്ല. ആകപ്പാടെ വന്ന ഒരു നെഗറ്റീവ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ട്രംപിന്റെ താരിഫ് ഇമ്പോസ് ചെയ്തിരിക്കുന്നത് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കെതിരെ. സോ യൂഷ്വലി എന്തായാലും ബ്രിക്സിനെതിരെ പറഞ്ഞതുകൊണ്ട് വേണമെങ്കിൽ താരിഫ് കൊടുത്ത് വരട്ടാം. ഓർത്തോളൂ, ട്രംപ് ഏറ്റവും കൂടുതൽ പ്ലേ ചെയ്യുന്നത് ഫിനാൻസ് വെച്ചാണ്. ആൾക്കാരുടെ നമ്മളെ എതിർ പാർട്ടീസിന്റെ ഫിനാൻസിനെ തകർക്കുക അല്ലെങ്കിൽ അവരെ ഞെരുക്കുക. ആ ഞെരുക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? താരിഫ് കൊണ്ടുവരിക. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ എക്സ്പോർട്ടിനെ അത് ബാധിക്കും. അപ്പം നമുക്ക് സ്വാഭാവികം നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെ അത് ബാധിക്കും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അത് ബാധിക്കുമെന്നുള്ളതുകൊണ്ട് ആശാൻ അത് വെച്ചേ കളിക്കുകയുള്ളൂ. പല കൺട്രികൾക്കെതിരെ അദ്ദേഹം കളിക്കുന്നത് ആ രീതിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രംപ് കൊടുത്തൊരു പണിയായിരുന്നു ഇന്ന് കൃത്യമായി മാർക്കറ്റ് വന്നത്. നിഫ്റ്റി ഡേഞ്ചറസ് ആയിട്ടുള്ള ക്ലോസിംഗ് ആണ് തന്നിരിക്കുന്നത്. നിഫ്റ്റിയെക്കുറിച്ച് പറയുമ്പോൾ ഡേഞ്ചറസ് ക്ലോസിംഗ് ആണ് നിഫ്റ്റി തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നിഫ്റ്റിയുടെ ലെവൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിഫ്റ്റി
നിഫ്റ്റിയെ കുറിച്ച് നോക്കുമ്പോൾ നിഫ്റ്റി കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ് നിഫ്റ്റി വന്നേക്കണേ. നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ അല്ല, നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ട്രെൻഡ് ഡൗൺ ആണ്, ട്രെൻഡ് അല്ല, മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ ഡൗൺ ഡേ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്തുവാണ് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചാൻസ് ഉണ്ട്, നിഫ്റ്റിയെ കുറിച്ച് പറയാൻ പറ്റും. അതായത് ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ അല്ലെങ്കിൽ മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ ഡേ അല്ലെങ്കിൽ ഒരു എന്തുവാണ് ട്രെൻഡ് ഡൗൺ എന്ന് പറയും നിഫ്റ്റിയെ കുറിച്ച് പറയുന്നത്. പി ഒ സിയുടെ ഭാഗം നിൽക്കുന്ന 23,240 താഴെയാണ് നിൽക്കുന്നത്, പി ഒ സി നിൽക്കുന്നത്. അവ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന നമ്മുടെ ലോ 23,110 ഭാഗത്തൊക്കെ തന്നെയാണ് അവൻ്റെ ലാസ്റ്റ് ടെക്ക് വന്ന ക്ലോസിങ്ങിൽ കൂടെ ഡേഞ്ചറസ് ഉള്ള ഒരു ക്ലോസിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇവിടും തിരിച്ച് കയറിയിട്ടില്ല എങ്കിൽ ഇതൊരു സെല്ലിങ് നടക്കാനും ഈ സെല്ലിങ് നിഫ്റ്റി ഇവഞ്ച്വലി ഈ പറഞ്ഞ ഞാനന്ന് പറഞ്ഞ വീക്ക്ലി വ്യൂവിൽ പറഞ്ഞ 22,845 ഭാഗത്തേക്ക് വരാനും വളരെയധികം വലിയ ചാൻസ് ഉണ്ട്. സോ ആസ് എ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഓർഡർ ഫ്ലോ അനാലിസിസ് വെച്ച് ലെവൽസ് നമ്മൾ നോക്കി അങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായി പറയാം, നാളെ ഇപ്പോൾ ഇന്നലെ പറഞ്ഞ 23,600 വരുന്നത് ചോദിച്ചു, വന്നില്ല, കാരണം 23,440 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തു ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവിൻ്റെ എന്താണ് പോസിബിലിറ്റി, സീറോ അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആസ് എ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡർ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ലെവൽസ് മാർക്ക് ചെയ്യുക, ആ ലെവൽ അനുസരിച്ച് നമ്മൾ ഓർഡർ ഫ്ലോ വാച്ച് ചെയ്ത് നമ്മൾ പ്രൈസ് ആക്ഷൻ കണ്ട് നമ്മൾ ട്രേഡ് ചെയ്യും. സോ ഇന്ന് ക്ലോസിംഗ് വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് 23,100 താഴെ നിഫ്റ്റി നിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റിയെക്കുറിച്ച് ഈ ഒരു 22,845 എന്ന് പറഞ്ഞ ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ്. എന്നെ സംബന്ധിച്ച് ഇതാണ് ഏറ്റവും വലിയൊരു ലെവല്. സോ നമുക്ക് നോക്കേണ്ടത് ഇന്നത്തെ പി ഒ സി 23,243 ഭാഗത്താണ് പി ഒ സി വന്നിരിക്കുന്നത്. അപ്പോൾ 23,240 ആണ് നിഫ്റ്റിയുടെ പി ഒ സി വന്നിരിക്കുന്നത്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, നമ്മൾ കുറേ ആ റേഞ്ച് പൊട്ടിയല്ല ആശാൻ ക്ലോസ് ചെയ്യണം. അപ്പം 23,243 നമ്മുടെ പി ഒ സി. വളരെ ഞെരുക്കം പിടിച്ച് കുറേ കിടന്ന് കളിച്ചിട്ടാണ് 23,243 ഭാഗത്തേക്ക് പി ഒ സി അവനെ കൊണ്ടുവരാൻ പറ്റിയത്. സോ 23,243 ആണ് നിഫ്റ്റിയുടെ പി ഒ സി വരുന്നത്. അപ്പോൾ അത് പി ഒ സി മാർക്ക് ചെയ്ത് വെച്ചേക്കുക. അതുകൂടാതെ ഈ ലെവലുകൾ കൃത്യമായ രീതിയിൽ മാർക്ക് ചെയ്യുക. സോ ഇത് നോക്കേണ്ടത് എന്തുവാണ്, നിഫ്റ്റി മാറിപ്പോയി, സോറി, 23,243 ആണ് നിഫ്റ്റിയുടെ എന്തുവാണ് പി ഒ സി വരുന്നത്. അപ്പോൾ അത് ഞാനത് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് 23,243. ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ്. ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്താണ്, 23,100 ആണ് നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ്. 23,100 ആണ് ബെയറിഷ് റെഫറൻസ് വരുന്നത്. അതിന് താഴെ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ സെല്ല് തന്നെ, അപ്പാ ശരണം, സെല്ല് തന്നെ വരും, മാർക്കറ്റ് സെല്ല് തന്നെ വരും, ഓർത്തോളുക. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 23,330 മുകളിൽ മാത്രമേ മാർക്കറ്റ് ബുള്ളിഷ് ഉള്ളൂ. സോ എന്നെ സംബന്ധിച്ച് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 23,330 മുകളിൽ മാത്രമേ ബൈയും ഉള്ളൂ. ഇപ്പോൾ ഓർത്തോളുക, 23,330 മുകളിൽ ബൈ, 23,100 താഴെ സെല്ല്. സോ ഈ സെല്ല് വന്നാൽ ഇവിടം വരെ പോകും, നമുക്ക് നോക്കണമല്ലോ. 23,100 താഴെ നിഫ്റ്റി നിൽക്കുന്ന കാലം നിഫ്റ്റി ഫസ്റ്റ് ടാർഗറ്റ് പറഞ്ഞാൽ 23,024 എന്ന് പറഞ്ഞാൽ ഈ ഒരു സിംഗിൾ പ്രിന്റ്. ഈ സിംഗിൾ പ്രിന്റ് എന്ന് വന്നെന്ന് അറിയാമോ, നമ്മുടെ ഇലക്ഷൻ റിസൾട്ടിന്റെ സമയത്ത് വന്ന സിംഗിൾ പ്രിന്റ് ആണ് 23,023. ഫസ്റ്റ് 23,023 ഭാഗത്തേക്ക് പോയതാണ് S1 എന്ന് പറഞ്ഞ ഫസ്റ്റ് ടാർഗറ്റ്. മാർക്ക് ചെയ്തല്ലോ. അതിന് താഴെ നിൽക്കിയെങ്കിൽ അടുത്ത വരാൻ പോകുന്നത് 22,961. സെക്കൻഡ് ടാർഗറ്റ് 22 S2 എന്ന് പറയുമ്പം 22,961. അതിന് താഴെ വരുന്ന ഒരു ലെവലാണ് S3 എന്ന് പറഞ്ഞാൽ ഈ വരുന്ന 23,845 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സി 22,845. ഇതാണ് നമ്മളെ തേർഡ് ടാർഗറ്റ്. 22,845 എന്ന് പറഞ്ഞാൽ ഈ ഒരു S3 ആണ് ഇവഞ്ച്വലി ഈ ഭാഗത്തേക്ക് വരുന്ന ഒരു തേർഡ് ടാർഗറ്റ്. ചുരുക്കി പറയുമ്പോൾ 23,100 താഴെ 23,023, 22,961, 22,845. ഇനി മുകളിലോട്ട് പോകണമെങ്കിൽ എവിടെ വരെ പോകും നമുക്ക് അറിയണമല്ലോ. സോ 23,330 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ 408 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോകാം. 23,408 R1 എന്ന് പറയുമ്പം 23,408 ആണ് നിഫ്റ്റിക്കുള്ളത്. അത് കൃത്യമായിട്ട് ഞാനത് മാർക്ക് ചെയ്ത് വയ്ക്കും. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ R2 408 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത R2 എന്ന് പറയുമ്പോൾ 498. സോ 23,408
23,498 ആണ് R2. ഇതിന് മുകളിൽ ഒരു ലെവൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, അത് നമുക്ക് മൊമെന്റ് വന്നാൽ മാത്രമേ പ്രതീക്ഷിക്കാവുള്ളൂ. സോ ഈ ഒരു ലെവൽ മാത്രമേ ഞാനൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുന്നുള്ളൂ. നമുക്ക് കുറച്ചും കൂടെ ഈസി ആയ രീതിക്ക് വേണ്ടിയില്ല മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വച്ചേക്കുന്നത്. സോ ഇന്ന് FISന്റെ ഭാഗത്ത് സെല്ലിങ് നല്ല വൃത്തി കാണും. മിക്കവാറും FIS ഏകദേശം പറയുകയാണെങ്കിൽ ഇതുവരെ ഏകദേശം ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 49,367 കോടി രൂപയ്ക്ക്, അല്ല 46,576 കോടി രൂപയ്ക്ക് FIS ഇതുവരെ വിറ്റിട്ടുണ്ട്. അതുകൂടാതെ ഇത് 17 വരെ, ലാസ്റ്റ് സാറ്റർഡേ വരെ, ഇന്നലെ 4 കോടി രൂപയ്ക്ക് വിറ്റിക്കണമെങ്കിൽ ഏകദേശം പറഞ്ഞാൽ 50,000 കോടി രൂപയ്ക്ക് മുകളിൽ ജാനുവരിയിൽ അവർ വിറ്റിട്ടുണ്ട്. ഏകദേശം 52,000-53,000 കോടി രൂപയ്ക്ക് DISന്റെ പർച്ചേസും ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് മാർക്കറ്റ് ഇങ്ങനെ ഈ രീതി കിടന്ന് കളിക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ നല്ല രീതിക്ക് സെല്ലിങ് വന്നേനെ ചുരുക്കി പറഞ്ഞാൽ. നമുക്കിനി നോക്കുകയാണ് ബാങ്ക് നിഫ്റ്റി ലെവൽ. ബാങ്ക് നിഫ്റ്റി ഓവറാൾ ഇപ്പോഴും പഴയ റേഞ്ച് തന്നെ, ഒരു വ്യത്യാസമൊന്നുമില്ല. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ വെച്ച് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ് ബാങ്ക് നിഫ്റ്റി. കാരണം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വലിയൊരു ഡൗൺ ബേർഡ് മൂവ് വന്നിട്ടില്ല, ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. POC വന്നിരിക്കുന്ന 48,980 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റിയുടെ POC വരുന്നത്. സോ 48,980 ആണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ POC. POC വരുന്നത് 48,980 ഭാഗത്താണ് POC നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റിക്ക്. അത് ഓർത്തോളുക. ആ POC കൃത്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച്. അതുകൂടാതെ ബാങ്ക് നിഫ്റ്റിയിലെ ബെയറിഷ് റെഫറൻസ് ഞാൻ പറഞ്ഞാൽ ഈ ഒരു POC ആണ്. 48,660 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. ഇന്ന് ബാങ്ക് നിഫ്റ്റി ആ ഭാഗത്ത് തന്നെ സപ്പോർട്ട് എടുത്ത് പോരുന്നത് 48,660 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ്. അതിന് താഴെ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ സെല്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം. സോ നാളെ വൈകിട്ട് HDFC ബാങ്ക് റിസൾട്ടാണ്. സോ അതുകൊണ്ട് HDFC ബാങ്ക് ആൾറെഡി അടിച്ചത് കൊണ്ട് വേണമെങ്കിൽ എന്തുവേണം അടിക്കാതെ ഇരിക്കുക. സോ 48,660 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ സെല്ലിംഗ് ലെവൽ വരുന്നത്. ബൈയിങ് ലെവൽ വരുന്ന ഒരു കാര്യം ഓർത്തോളൂ, ഈ 49,280 എന്ന് പറഞ്ഞ ഈ POCയുടെ മുകളിൽ മാത്രമേ ഞാനൊരു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. ഈ ഒരു ഏരിയ 49,280. സോ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 49,280 ഭാഗത്ത് മാത്രമാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കാനുള്ള ചാൻസ്. 49,280 ഇതിന് മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റി ഒരു ബുള്ളിഷ് റെഫറൻസ് വയ്ക്കാവുള്ളൂ. സോ ഓർത്തോളൂ, 49,280 മുകളിൽ ബൈയും 48,660 താഴെ സെല്ലാണ്. 48,60 താഴെ നിൽക്കുകയാണെങ്കിൽ അടുത്തത് ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 48,424 ഫസ്റ്റ് ടാർഗറ്റ്. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 48,421 ബാങ്ക് നിഫ്റ്റിയുടെ S1 എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാർഗറ്റ് വരുന്നത്. സോ അത് മാർക്ക് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ബാങ്ക് നിഫ്റ്റിക്ക് S2 എന്ന് പറയുമ്പോൾ അതിനുശേഷം വരുന്നത് 48,292 48,292 48,292 48,292. അതിന് താഴെ ബാങ്ക് നിഫ്റ്റിക്ക് വരുന്നത് S3 എന്ന് പറഞ്ഞാൽ 48,000. പഴയ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. 48,000 ആണ് S3 എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിക്ക്. ഇതിനപ്പുറത്തേക്ക് ഒരു മൊമെൻറ്റം ബാങ്ക് നിഫ്റ്റിക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഈ 48,000 പൊട്ടിയാൽ മാത്രമേ നല്ലൊരു സിവിയർ സെല്ലിംഗ് ബാങ്ക് നിഫ്റ്റിക്ക് വരാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് മുകളിലോട്ട് ലെവൽ 49,280 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബൈ വരുന്നു എന്നല്ലോ. അതിന് മുകളിൽ നിൽക്കാനുള്ള ഫസ്റ്റ് ടാർഗറ്റ് 49,430 ഈ POC ആണ്. 49,430. സോ R1 എന്ന് പറയുമ്പോൾ 49,430 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ R1 മാർക്ക് ചെയ്ത് വെച്ചു. അതിന് മുകളിൽ അടുത്തത് R2 എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. 49,560 48,697 48,697 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു HVN സോണാണ്. അതാണ് R2 എന്ന്. ക്ലിയർ ആവുന്നല്ലോ. ഇതാണ് R2. ഇതിന് മുകളിലോട്ട് മാത്രമേ മാർക്കറ്റിലൊരു എത്തുവാണ് 49 R2 എന്ന് പറയുമ്പോൾ 49,692 ഇതാണ് കൃത്യമായി നമ്മുടെ ഒരു ലെവല്. സോ ഇതിന് മുകളിൽ മാത്രമേ ഒരു ബുള്ളിഷ് ഒരു ലെവലിലേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് കൂടുതലായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ ഇത് കൃത്യമായി നിങ്ങൾ ഈ ലെവലൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഈ ലെവൽ കൃത്യമായ രീതിയിൽ ആക്ട് ചെയ്യുക. സോ ഇന്ന് മുതൽ ഞാൻ യൂട്യൂബിൽ ലൈവ് വന്നു തുടങ്ങി. നിങ്ങൾക്ക് നാളെ മുതലും യൂട്യൂബിൽ ലൈവ് കാണും. കാലത്ത് മോർണിംഗ്. ഇന്നിപ്പോൾ കുറച്ച് പേരുണ്ടായിരുന്നത് മാത്രമാണ് ഞാനത് പിന്നെ കുറച്ച് ചെയ്യുമ്പോൾ എക്സിറ്റ് ആയി പോയത്. സോ നാളെ മുതൽ നിങ്ങൾക്ക് ട്രേഡിംഗ് ഉണ്ടെങ്കിൽ യു ക്യാൻ കം ഓവർ ദെയർ ആൻഡ് വാച്ച് ദി വാട്ടർഫ്ലോ ലെവൽസ് ആൻഡ് ലൈവ് ട്രേഡിംഗ് ദെയർ.
നിങ്ങൾക്ക് ഒരുമിച്ചിട്ട് നമുക്ക് വാച്ച് ചെയ്യാം യൂട്യൂബിൽ. സോ യൂട്യൂബ് ഇന്ന് മുതൽ തീരുമാനിച്ച കാര്യം യൂട്യൂബ് ലൈവ് വരുന്നതാണ്. നാളെ അത് യൂട്യൂബിൽ ലൈവ് കാണുന്നതാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് ബഡ്ജറ്റ് ഡേഡ് എന്നൊക്കെ യൂട്യൂബ് ലൈവിൽ ഇരുന്ന് ട്രേഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വ്യക്തമായ രീതിയിലേക്ക് ചോദിക്കുക, നിങ്ങളെ കമൻറ്റ് സെക്ഷനൊക്കെ അതിലേക്ക് കൊടുക്കുക. യൂട്യൂബ് ലൈവിലേക്ക് എല്ലാവർക്കും ഒരു സ്വാഗതം. സോ വീഡിയോ കാണുക, ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് ഇതെല്ലാം അയച്ചു കൊടുക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണു ഗുപ്തൻ. ടേക്ക് കെയർ. ബൈ ബൈ.